അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടുകളിൽ മുസ്ഹഫിൻ്റെയും അതുപോലെ കിതാബുകളെ കഷ്ണങ്ങൾ പലയിടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിൽ ചില വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നു. ചില പെട്ടികളിലൊക്കെ സൂക്ഷിച്ചിങ്ങനെ കാണുന്നു സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ മുസ്ഹഫിൻ്റെ കഷ്ണങ്ങളും അതുപോലെ പവിത്രമായ നമ്മുടെ വിശുദ്ധ ഖുർആനും അതുപോലെ ഹദീസിൻ്റെയും അതുപോലെ മറ്റു കിതാബുകളിലെ കഷ്ണങ്ങൾ, ദീനിയായ ഉലൂമുകൾ, ശർഈയായ നിയമങ്ങളിൽ എഴുതപ്പെട്ട കഷ്ണങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്. നമുക്ക് നിസ്സാരമായി കാണരുത്. വിശുദ്ധ ഖുർആൻ ഓതൽ സുന്നത്തുള്ളൂ, നമുക്കറിയാമല്ലോ. വിശുദ്ധ ഖുർആൻ ഓതൽ സുന്നത്താണ്. എന്നാലോ അതിനെ ബഹുമാനിക്കലോ നിർബന്ധമാണ്. ഖുർആൻ നാം വീട്ടിൽ കഷ്ണങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്ര അവഗണനറിയോ? ചില ആക്രി കടയിലൊക്കെ, അതായത് ഗുജരിക്ക് വിൽക്കുന്ന കടയിലൊക്കെ ഗുജരിക്ക് ആളുകൾ വരുമ്പോൾ, ആക്രി കച്ചവടത്തിന് ഇങ്ങനെ വരുന്നവർ, അവർക്ക് നാം കൊടുക്കുന്നത് പഴകിയ കിതാബുകൾ, പഴകിയ ഖുർആൻ. സുബ്ഹാന ജല്ല. പ്രിയപ്പെട്ടവരെ, ഗൗരവമാണ്. നാം ഒരുപാട് നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. രാത്രി ചെല്ലുന്ന ദിക്ർ വേറെ, പകൽ ചെല്ലുന്ന ദിക്ർ വേറെ. ദിക്റോടുകൂടി ദിക്ർ. ആ ഉസ്താദ് യൂട്യൂബിൽ ചൊല്ല ദിക്ർ, ഈ ഉസ്താദ് യൂട്യൂബിൽ ചൊല്ല ദിക്ർ, യൂട്യൂബിൽ ചൊല്ലാത്ത ദിക്ർ. രാവിലെ വന്നൊരു ഉസ്താദ് യൂട്യൂബിൽ ചൊല്ലി, വൈകുന്നേരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ യൂട്യൂബിൽ ഉസ്താദുണ്ട്, അവിടെയും ഒരു ദിക്ർ ചൊല്ലി. എല്ലാം എഴുതി അവിടെ പുസ്തകം എല്ലാം തീർന്നു ദിക്റുകൾ. നാം ഇത്രയെല്ലാം കഷ്ടപ്പെടേണ്ടതില്ല സ്വർഗമൊക്കെ നേടാൻ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറ്റവും വലുതാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നടന്നു പോകുമ്പോൾ അല്ലാഹ് എന്ന് എഴുതിയ ഒരു ചെറിയ കഷ്ണം ബഹുമാനപ്പെട്ടവർക്കത് കിട്ടുന്നു. ബഹുമാനപ്പെട്ടവർ അത് കണ്ട ഉടനെ വളരെ ബഹുമാനത്തോടു കൂടി അത് എഴുന്നേറ്റ് അതിന് ചുംബനം നൽകി ഓടി അദ്ദേഹം ഒരു അക്തർ കച്ചവടക്കാരൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് കുറച്ചും അതിൽ അക്തർ പൂശാൻ വേണ്ടി പറയുന്നു. അതിന് സുഗന്ധം പൂശി അതിനിങ്ങനെ വലിയ ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. ഉയർന്ന സ്ഥലത്ത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ സജ്ജാജ് എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിനേക്കൽ ബിശ്റുൽ ഹാഫി ഇങ്ങനെ പോകുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ വലിയ ഒരു കാര്യം ഇന്ന് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനൊരു വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മലക്കുകൾക്കിടയിൽ നിങ്ങളുടെ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ നിങ്ങളെ വല്ലാത്ത ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, നിങ്ങൾ ചെയ്ത പ്രവൃത്തി വലിയ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇഹത്തിൻ്റെയും പരലോകത്തിൻ്റെയും സ്ഥാനം അല്ലാഹു ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങൾ അത്രയും വലിയ പ്രവൃത്തി ചെയ്തത്? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ചെറിയൊരു കഷ്ണം അള്ളാഹുവിൻ്റെ പേരുള്ളത് ഞാൻ ബഹുമാനിച്ചു. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതായി മാറി, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതായി മാറി എന്ന് മഹാനവറുകൾ പറയുന്നു. ദീനി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദരവ്, ബഹുമാനം, അദബ് എന്നുള്ളത്. അദബില്ലാത്തവനിക്ക് ഇന്ന് നോക്കി എല്ലാവർക്കും നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ഉണ്ട്. ഉസ്താദന്മാരെക്കാൾ കൂടുതൽ ആയത്തും ഹദീസിന്ന് ചെറുപ്പക്കാർ ഓതും. അതിൻ്റെ സന്നദ്ധോടുകൂടി ഹദീസിൻ്റെ നമ്രങ്ങൾ, കിതാബിൻ്റെ ഉദ്ധരണികൾ എല്ലാം ചെറുപ്പക്കാർ വല്ലാത്ത ഓതും. ഇന്ന് ചെറുപ്പക്കാർക്ക് ഇല്ലാത്ത എന്താ? വിവരങ്ങൾ കൂടി വന്നു. ചെറുപ്പക്കാർക്ക് ഇന്ന് നഷ്ടപ്പെട്ടത് അദബാണ്, ആദരവ്. ഒരാളെ മുമ്പിൽ കുനിയൂല, ഒന്നിനും പരിഗണിക്കൂല, ഒന്നിനും ആദരിക്കൂല. ഒരാളെ മുമ്പിൽ കുനിയണമെന്നല്ല, ബഹുമാനത്തിൻ്റെ ഒരു സംസാരം പോലുമില്ല. സംസാരിക്കുന്നത് ഒരു ഉളുപ്പും ഒരു താലീമില്ലാത്തതുപോലെയാണ്. താലീമാ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ്. അത് മതി ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ. നമ്മളെല്ലാം ഉണ്ട്, നമ്മളുള്ളത് ബഹുമാനം മാത്രമാണ്. നോക്കൂ, മഹാനായ ബിശ്റുൽ ഹാഫി ചെറിയ ഒരു കഷ്ണം ബഹുമാനിച്ചതിന് വേണ്ടി അള്ളാഹു ദുനിയാവും ആഖിറവും രണ്ടും കൊടുത്തു. അള്ളാഹു ചെറിയ കഷ്ണം. നമ്മുടെ വീട്ടിൽ ഒരുപാട് മുസ്ഹഫിൻ്റെ കഷ്ണങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ടോ? അതിനെക്കുറിച്ചല്ല. ഇത് ഒരു ചെറിയ കടലാസിൻ്റെ ചെറിയ ഒരു കഷ്ണത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്.
അതൊക്കെ വലിയ അത്ഭുതമാണ്, വലിയ ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ യഥാർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവരെ, തഅലീം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാനം ആദരവും ഇല്ലെങ്കിൽ ഒരിക്കലും വിജയമില്ല. ആദരവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. അദബും ഇൽമും ഇല്ലാത്തവനാണ് യഥാർത്ഥത്തിൽ യതീമു എന്നാണ്. ഇന്ന് നോക്ക്, അദബില്ല, ബഹുമാനമില്ല, ആദരവ് എല്ലാം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ നോക്ക്, അമ്മായിമ്മയെ അടിച്ച് അമർത്തുന്ന മരുമക്കൾ, ഉമ്മയെ അടിച്ച് ഭീഷണിപ്പെടുത്തുന്ന മക്കൾ വളർന്നു വരികയാണ്. ഇവരിനെ എത്ര നമസ്കരിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? വീട്ടിൽ ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, വാപ്പയോട്, മക്കൾക്ക് വാപ്പയോട് ബഹുമാനമില്ല. നാട്ടിലെ മുതിർന്ന ആളുകൾ, ബഹുമാനിക്കപ്പെടേണ്ടവർ, അവരോട് വലിയവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരെ സ്നേഹിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കതിന്ന് ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഗൗരവമുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നാം ആദരവും ബഹുമാനം പറഞ്ഞു കൊടുക്കണം. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിക്കൊക്കെ മക്കൾ സ്വലാത്തിനൊക്കെ വരും. പള്ളിയിൽ വന്ന് ഇത് പള്ളിയാണ് എന്നുള്ള ബോധം മക്കളുടെ വാപ്പമാർക്കുമില്ല. പള്ളിയിൽ വന്നിട്ട് അനാവശ്യമായി സംസാരിക്കും. പള്ളിയിൽ സ്വലാത്തൊക്കെ നടക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കും. അതിനൊരു ബഹുമാനമില്ല, ആദരവില്ല. ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുകയാണ്. ആ ആദരവോടു കൂടി അവിടുത്തെ ആലിമീങ്ങളോട്, പള്ളിയോട്, മദ്രസയോട് പെരുമാറുമ്പോൾ അത് മക്കൾ കണ്ടുപിടിക്കും, അതങ്ങനെ പെരുമാറും. പള്ളിക്ക് വരുന്നു, നമസ്കാരത്തിന് വരുന്നു, സ്വലാത്ത് മജ്ലിസിന് വരുന്നു, എല്ലാത്തിനും മുൻപന്തിയിലാണ്. ആദരവ് എന്തെന്നറിയില്ല, ബഹുമാനം എന്തെന്നറിയില്ല, പള്ളി എന്തെന്നറിയില്ല, ഉമ്മ ആരെന്നറിയില്ല, ഉപ്പ ആരെന്നറിയില്ല, അമ്മായിമ്മ ആരെന്നറിയില്ല, മരുമക്കൾ, ഇങ്ങനെ ഒന്നുമില്ല. വലിയവരാക്കാണെങ്കിൽ ചെറിയവരോട് സ്നേഹവുമില്ല. അതും വലിയ കഷ്ടമാണ്. സ്നേഹം, ചെറിയവരെ സ്നേഹിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ചെറിയവരെ സ്നേഹിക്കുക, അവരോട് പൗരുഷമായി പെരുമാറാതിരിക്കുക, സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുക. അതുമില്ല. പള്ളിയിൽ ആരെങ്കിലും ഗതികെട്ട് പള്ളിയിൽ വന്നാലോ ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, അവരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, ഇതൊക്കെ ചെയ്യരുത്. അവർ വലുതായതിൻ്റെ ശേഷം അതേപോലെ ചെയ്യും. പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് പള്ളിക്ക് വരാനുള്ള മടിയുണ്ടാകും. പള്ളിക്ക് വരുന്ന മക്കളോട് സ്നേഹത്തോടു കൂടി അവരെ പള്ളിയിൽ വന്നപ്പോൾ, അതുപോലെ തിരിച്ചും അങ്ങനെ അവിടെ മുതിർന്നവരെ നീ ബഹുമാനിക്കണം, അവരെ കാണുമ്പോൾ സലാം പറയണം, എഴുന്നേറ്റ് നിൽക്കണം. ഇതെല്ലാം നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മളെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കാത്ത അലീമ അള്ളാഹ് ബഹുമാനിച്ചതിന് ബഹുമാനിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.